18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ഇന്നു മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. ഈ പാർലമെന്റ് സമ്മേളനം കൂടുന്ന ആദ്യ 2 തീയതികളിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ട എംപിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. അതിനുശേഷം മാത്രമേ അവർ സഭയിലെ ഔദ്യോഗിക അംഗങ്ങളായി മാറുകയുള്ളൂ. ആദ്യമായി പാർലമെന്റിലെത്തുന്ന നിരവധി എംപിമാരുണ്ട്. അവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതോടെ ജനപ്രതിനിധികളായ എംപിമാർക്ക് നൽകുന്ന എല്ലാ സൗകര്യങ്ങളും ലഭിക്കുകയും അവർ സാധാരണക്കാർക്കിടയിലെ പ്രത്യേക വ്യക്തിത്വമായി മാറുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയുണ്ട്. 18ാം ലോക്സഭയിൽ, അതായത് ഈ ലോക്സഭയിൽ പാർലമെന്റിലെത്തിയ മിക്ക എംപിമാരും ആദ്യമായി എംപിമാരായിട്ടുള്ളവരാണ്. സഭയിലെ 52% എംപിമാരും ആദ്യമായാണ് പാർലമെന്റ് ജനപ്രതിനിധികളായി മാറി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇത്തവണ ആകെ 280 എംപിമാരാണ് ആദ്യമായി പാർലമെന്റിലെത്തുന്നത്. അതിൽ ഉത്തർപ്രദേശിൽ നിന്ന് മാത്രം 45 എംപിമാരാണ് ആദ്യമായി പാർലമെന്റിലെത്തിയത്. അതേസമയം മഹാരാഷ്ട്രയിൽ നിന്ന് 43 എംപിമാരും ആദ്യമായി പാർലമെന്റിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആദ്യമായി തിരഞ്ഞെടുക്കപ്പെടുന്ന എംപിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടെ ഇന്നു മുതൽ സഭയുടെ ഭാഗമാകും. ഇന്നു മുതൽ അവർക്ക് ഒരു ലോക്സഭാംഗത്തിന് നൽകുന്ന പ്രത്യേക സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താനാകും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആദ്യമായി പാർലമെന്റിലെത്തുന്ന ഈ എംപിമാരും ഇതുവരെ ജീവിച്ചതുപോലെയല്ല ഇനി ജീവിക്കേണ്ടത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വപ്നം മാത്രം കാണാൻ കഴിയുന്ന ഒരു ജീവിതം അവർക്ക് സ്വന്തമായി മാറുകയാണ്. രാജ്യത്തിൻ്റെ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് വളരെയേറെ സൗകര്യങ്ങളാണ് സർക്കാർ അവർക്കായി ഒരുക്കിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്നു മുതൽ എംപിമാർക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് ലഭിക്കുകയെന്ന് നമുക്ക് നോക്കാം. ഒരു വ്യക്തി എംപിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം അയാൾക്ക് നിരവധി സൗകര്യങ്ങളാണ് ലഭിക്കുന്നത്. ശമ്പളം, യാത്രാ സൗകര്യങ്ങൾ, മെഡിക്കൽ സൗകര്യങ്ങൾ, താമസ സൗകര്യങ്ങൾ, ടെലിഫോൺ, പെൻഷൻ തുടങ്ങി നിരവധി അലവൻസുകൾ സാധാരണയായി എംപിമാർക്ക് നൽകുന്നുണ്ട്. 2022 മെയ് 11 പാർലമെന്റ് എംപിമാരുടെ ശമ്പളത്തിലും അലവൻസുകളിലും വരുത്തിയ മാറ്റങ്ങളനുസരിച്ച് ഓരോ എംപിമാർക്കും പ്രതിമാസം 1 ലക്ഷം രൂപയാണ് ശമ്പളം നിശ്ചയിച്ചിരിക്കുന്നത്. എംപിമാർക്ക് ലഭിക്കുന്ന അലവൻസുകൾ അതിനു പുറമെയാണ്. ശമ്പളത്തിന് പുറമെ സഭാദിനങ്ങളിൽ ഇവർക്ക് അലവൻസായി പ്രതിദിനം 2000 രൂപ വച്ച് ലഭിക്കും. ഇതുകൂടാതെ ഓരോ എംപിമാർക്കും ഹൗസ് സെഷനുകൾ, കമ്മിറ്റി മീറ്റിങ്ങുകൾ തുടങ്ങിയവയിൽ പങ്കെടുക്കാൻ യാത്രാ സൗകര്യവും നൽകിയിട്ടുണ്ട്. ഇതിനായി എംപിമാർക്ക് സെഷനിലേക്ക് പോകാനും അവിടെ നിന്ന് തിരിച്ചുമുള്ള യാത്രാ ചെലവ് നൽകുന്നു. ഒരു എംപി 15 ദിവസത്തിൽ താഴെ മാത്രം സെഷനിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിൽ അയാൾക്ക് മുഴുവൻ യാത്രാ ചെലവും ലഭിക്കും എന്നുള്ളതാണ് നിയമം. 15 ദിവസത്തിൽ കൂടുതൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രമേ അതിൽ കുറവ് വരികയുള്ളൂ. മറ്റൊരു പ്രധാന സംഗതിയുണ്ട്. അതായത് എംപിമാരുടെ യാത്രാ ചിലവുകൾക്ക് റെയിൽവേയുടെ ഫസ്റ്റ് ക്ലാസ് കോച്ചിൽ സൗജന്യമായി യാത്ര ചെയ്യാമെന്നുള്ളതാണ് അത്. ഇതുകൂടാതെ എംപിമാരുടെ കുടുംബത്തിനും ചില ആനുകൂല്യങ്ങളുണ്ട്. ഇതിൽ കുടുംബാംഗങ്ങൾക്കും ചില യാത്രകളിൽ ഇളവ് ലഭിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെയും ലക്ഷദ്വീപിലെയും എംപിമാർക്ക് സ്റ്റീമർ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഇവരുടെ മിക്കവാറുമുള്ള യാത്രകൾ കടൽ വഴി ആയതിനാലാണ് അത്തരത്തിലുള്ള സൗകര്യങ്ങൾക്ക് പണം അനുവദിച്ചിരിക്കുന്നത്. യാത്രയിൽ ഇളവ് ലഭിക്കുന്നതിന് നിരവധി വ്യവസ്ഥകളുണ്ട്. അതനുസരിച്ച് ഓരോ യാത്രകൾക്കും വ്യത്യസ്ത ഇളവുകളാണ് എംപിമാർക്ക് ലഭിക്കുന്നത്. മാത്രമല്ല ഓരോ എംപിക്കും ഓഫീസ് ചെലവിനുള്ള പണവും ലഭിക്കുന്നുണ്ട്. ഔദ്യോഗിക വെബ്സൈറ്റ് അനുസരിച്ച് ഓരോ എംപിക്കും 20,000 രൂപയാണ് ഓഫീസ് ചെലവിൽ ലഭിക്കുന്നത്. സ്റ്റേഷനറി സാധനങ്ങൾക്ക് പ്രതിമാസം 4,000 രൂപയും കത്തുകൾ അയക്കുന്നതിനായി 2,000 രൂപയും അലവൻസായി ലഭിക്കും. ടോളിൽ ഇളവ് ലഭിക്കുന്നതിന് ഓരോ എംപിക്ക് 2 ഫാസ്ടാഗുകളാണ് നൽകുന്നത്. ഒന്ന് ഡൽഹിയിലെ യാത്രകൾക്കും മറ്റൊന്ന് മറ്റു പ്രദേശങ്ങളിലേക്കും. അതായത് എംപിമാർക്ക് രാജ്യത്ത് എവിടെയും ടോളില്ലാതെ യാത്ര ചെയ്യാം എന്നർത്ഥം. കൂടാതെ സാധാരണക്കാരെ പ്രവേശിപ്പിക്കാത്ത പല സ്ഥലങ്ങളിലേക്കും എംപിമാർക്ക് പ്രവേശനമോ അതിനനുസരിച്ചുള്ള പ്രോട്ടോക്കോളുകളോ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ആകെ നോക്കിയാൽ ഒരു എംപിക്ക് ശമ്പളമായി 1 ലക്ഷം രൂപയും മണ്ഡല അലവൻസായി 70,000 രൂപയും ഓഫീസ് ചെലവും മറ്റു ദിവസ അലവൻസുകളുമായി ഏകദേശം 60,000 രൂപയും ലഭിക്കും. ഇതുകൂടാതെ യാത്രാബത്ത, വീട്, മെഡിക്കൽ സൗകര്യങ്ങൾ എന്നിവ പ്രത്യേകം ലഭ്യമാണ്. ഇതിൽ എംപിമാരുടെ സീനിയോറിറ്റി പരിഗണിച്ചാണ് അവർക്ക് വീടുകൾ നൽകുന്നത്. മന്ത്രിമാരായിരിക്കുന്ന എംപിമാർക്ക് മറ്റ് എംപിമാരെക്കാൾ വ്യത്യസ്ത സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്നുള്ളതും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി പെൻഷനെക്കുറിച്ച് പറഞ്ഞാൽ ഒരു എംപി എത്ര ദിവസം എംപിയായി തുടർന്നാലും അയാൾക്ക് പ്രതിമാസം 22,000 രൂപ പെൻഷൻ ലഭിക്കും. മാത്രമല്ല ഓരോ പ്രാവശ്യം എംപി ആകുമ്പോഴും ചില സൗകര്യങ്ങൾ ലഭിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ 280 എംപിമാർ ഇന്നു മുതൽ രാജ്യത്തെ പ്രത്യേക വിഭാഗത്തിലുള്ളവരാകുന്നു എന്നർത്ഥം.